ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ തെങ്കാശി തിരുനെൽവേലി ഹൈവേയിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാ വണ്ടിയും ഉണ്ട്. എല്ലാ വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേര് ഫ്രണ്ട്സ് ഉണ്ട്, 6 പേര്. നമ്മുടെ കമ്പനി വണ്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടികളുണ്ട്. 10, 30, 40 വണ്ടികളിൽ കൂടുതൽ തന്നെ ഇപ്പം നിലവിൽ ഇവിടെ ഓടുന്നുണ്ട് ഗൈസ്. പിന്നെ തിരുനെൽവേലി തന്നെ ഇവർക്ക് ഒരുപാട് വണ്ടികളുണ്ട്. മൊത്തത്തിൽ ഇവർക്ക് 600 വണ്ടികളിൽ കൂടുതലുണ്ട്. ബെസ്റ്റിൻ്റെ കമ്പനി എന്ന് പറഞ്ഞ് ചെറിയ കമ്പനിയല്ല ഗൈസ്. അതൊക്കെ ഞാൻ നിങ്ങളെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. 6 വണ്ടിയാണ് നമ്മളിവിടെ. ഈ 6 വണ്ടികളിലെ 4 എണ്ണം ഭാരത് ബെൻസാണ് ഗൈസ്. ഈ കിടക്കുന്നത് മഹീന്ദ്രയാണ്. മഹീന്ദ്ര ഓടിക്കുന്ന ഷിബു എന്ന് പറയുന്ന ഒരാളെയാണ്. ശിവളിയും പുല്ലൂരുള്ള ശിവളിയിൽ നേരത്തെ ബെൻസ് ഓടിച്ചുകൊണ്ടിരുന്ന ഇപ്പം ഒരു ട്രിപ്പ് ചെയ്ത് എടുത്തതാണ് ഗൈസ്. ഇത് FC കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ്. പിന്നെ അപ്പുറത്ത് കിടക്കുന്ന വണ്ടി നമ്മുടെയാണ് ഗൈസ്, 94 പിന്നെ ബിജു അണ്ണൻ എന്താ വരുന്നു. ബിജു കണ്ട വണ്ടി 97 മാറ്റി ഓടിച്ച് വേറെ വണ്ടി എടുത്തതാണ് ഗൈസ്. ഇത് രാഹുലളിയൻ, ഇത് ശരത്തളിയൻ. ശരത്തളിയന്റെ വണ്ടി, ഇത് ബിജുപാലന്റെ വണ്ടിയാണ് ഗൈസ്. ശരത്തളിയന്റെ വണ്ടി പുറകിലാണ്. ഇതിന്റെയും പുറകിലാണ് ഗൈസ്. ഇത് രാഹുലളിയന്റെ വണ്ടിയാണ്. രാഹുൽ കഴുതുരുട്ടി. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഈ വണ്ടി രാഹുലളിയനെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങളെല്ലാവരാണ് ഗൈസ്. അപ്പൊ പുറകെ കിടക്കുന്നത് ഒരു പുതിയ ഡ്രൈവറാണ്. അത് നമുക്ക് പുള്ളിയുടെ പേരറിയത്തില്ല. അങ്ങനെ നമ്മൾ വണ്ടിയുടെയൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം നേരെ ചായ കുടിക്കാൻ. ഇവിടെ നമ്മളെ നാട്ടിലെ കൂട്ട് പഴംപൊരി കിട്ടും ഗൈസ്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ കയറിയാണ് ചായ കുടിക്കാറ്. അപ്പൊ എല്ലാവരും പഴംപൊരിയും ചായയും കഴിക്കാൻ വേണ്ടി നേരെ കടയിലേക്ക് പോവുകയാണ്. നമ്മളങ്ങനെ കടയിൽ നിന്ന് പഴംപൊരി എടുത്ത് കഴിച്ചു. ഇവിടെ ഉള്ള വേറെ ഐറ്റംസിന്റെ ഒന്നും പേര് നമുക്കറിയത്തില്ല. ഞങ്ങളൊക്കെ ഒന്ന് കാണിച്ചതാണ്. ഇതാണ് ഇവിടുത്തെ പലഹാരങ്ങളൊക്കെ. എന്താ ചെയ്തതെന്ന് നമുക്ക് പിടിക്കത്തില്ല ഗൈസ്. അങ്ങനെ നമ്മള് നേരെ ശങ്കറിൽ വന്ന് ലോഡും എടുത്ത് തിരിച്ചിറങ്ങി. കൊച്ചിക്കാണ് ലോഡ് കിട്ടിയത്. ലോഡ് എടുത്ത് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലിഫ്റ്റ് വീൽ പഞ്ചറായി ഗൈസ്. ലിഫ്റ്റ് വീൽ പഞ്ചറായി. പിന്നെ ഏകദേശം നമ്മൾ ആലപ്പുഴ കഴിഞ്ഞു, ചേർത്തല ആകാറായി. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി ലിഫ്റ്റ് മാറ്റാനുള്ള സമയമില്ല, നമ്മളങ്ങ് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഗോഡൗണിൽ ചെല്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലോഡ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, നമുക്ക് ലിഫ്റ്റ് വീൽ ആയതുകൊണ്ട് പൊക്കി വെച്ചുകൊണ്ട് വരാം. അപ്പോഴാണ് ഗൈസ് നമ്മൾ ഈ വഴിയോര കടേണ്ടത്. ഇവിടെ ഫേസ് മാസ്ക് ഒക്കെ ഉണ്ട്. അപ്പം ശങ്കർ ഫാക്ടറിയിലേക്ക് കയറുമ്പോൾ വലിയ ഉപകാരമായിരുന്നു. ഇതൊരെണ്ണം മേടിക്കണം ഗൈസ്. ഞാൻ അതിന്റെ വിലയൊക്കെ ചോദിച്ചു. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ളതും എഴുതാനുള്ളതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളതൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം നേരെ വണ്ടി എടുത്ത് ആലപ്പുഴ ബീച്ച് ഓവർ ബ്രിഡ്ജാണ് ഗൈസ്. ഇതുവഴി ഓവർ ബ്രിഡ്ജിന്റെ മണ്ടയിൽ കൂടെ പോകുമ്പോൾ ഈ ബീച്ച് ഫുള്ള് കാണാം ഗൈസ്. അപ്പൊ അപ്പുറത്തെ സൈഡും ഓവർ ബ്രിഡ്ജിന്റെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത് പണിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പിന്നെ അപ്പുറത്തെ സൈഡിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് ഇപ്പൊ ഇവര് 1 വേ മാത്രമേ ഉള്ളൂ. ഇനി 2 വേ ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഗൈസ്. ഇച്ചിരി കൂടെ ബീച്ച് ക്ലോസ് ആയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വണ്ടിയെടുത്ത് ഗോഡൗണിലേക്കുള്ള യാത്രയാണ്. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
ഇതാണ് കേസ് നമ്മുടെ ഗോഡൗൺ. ഇവിടെ ഒന്നും വണ്ടിയുടെ സ്ഥലമില്ല. എങ്ങനെയും അകത്ത് കയറ്റിയിടണം. നമ്മൾ ഞായറാഴ്ച വൈകിട്ടാണ് ഇവിടെ എത്തിയത്. അകത്ത് കയറ്റി നൈറ്റിട്ട് തന്നെ ഒതുക്കിയിട്ടു. എന്നിട്ട് രാവിലെ നമ്മൾ ടാർപ്പയൊക്കെ അഴിച്ച് ഡോറൊക്കെ തുറന്നിട്ട് കൊടുത്തപ്പോൾ തന്നെ ഒരു ചെറിയ വണ്ടി വന്നു. അതിലേക്കൊരു 10-30 എണ്ണേ കാണത്തുള്ളൂ. കയറ്റി വിടുകയാണ്. വൈകിട്ട് വരെ ഇങ്ങനെ നോക്കണം. ഒരു ഓർഡർ ഉള്ളതനുസരിച്ച് അവർ ഇറക്കി വെക്കും. ബാലൻസ് ഒരു 200 എണ്ണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗോഡൗണിൽ ഇറക്കി വെക്കും ഗൈസ്. അതിൽ കൂടുതലുണ്ട്. 300 ഉണ്ടെങ്കിൽ നാളെ ആവും ഗൈസ്. അതാണ് പ്രശ്നം. എന്താ ചെയ്യാ, അവർക്കും മൊത്തം ഇറക്കി വെക്കാനുള്ള ഒരു അലോഡില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ. നമ്മൾ ഗോഡൗണിൽ കിടക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് ഇവിടെ ഇറക്കി തിരിച്ചു പോകാം. എന്താണെന്ന് കണ്ടറിയാം നമുക്ക്. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.